Today we are discussing about fundamental rights of Indian Constitution. Indian Constitution fundamental rights, duties, directive principles, articles ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ പ്രിവിലേജസ് ഓഫ് ഫ്രീഡം വിച്ച് ആർ എസെൻഷ്യൽ ഫോർ വെൽബീയിങ് ഓഫ് ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ദി കമ്മ്യൂണിറ്റി. ഒരു ആൾക്ക് ഇന്ത്യയിൽ ജീവിക്കുന്നതിന് ആവശ്യമായ ഫ്രീഡം അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സ് അതിനെക്കുറിച്ചാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 3 പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആർട്ടിക്കിൾ 12 to 35, 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഈസ് ബോറോഡ് ഫ്രം USA നിന്ന് ഉള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ബോറോഡ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ സിറ്റിസൺസിന് ലിബേർട്ടി, അതുപോലെ തന്നെ എല്ലാ പീസ്ഫുള്ളായിട്ടും ഹാർമോണിയസ് ലൈഫും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ദേ ആർ എൻഫോഴ്സ്ഡ് ബൈ ദി കോർട്ട്. അതായത് കോർട്ടിൽ നിന്ന് നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ കോർട്ടിൽ പോയി നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത്. ഈ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ, ആർട്ടിക്കിൾ 14 to 18 വരെയാണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത്. റൈറ്റ് ടു ഇക്വാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസിനും ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ദർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ എനി സിറ്റിസൺ ഇൻ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, ജെൻഡർ ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ഇങ്ങനെ ഏത് കാര്യത്തിലും ഇന്ത്യയിലുള്ള സിറ്റിസൺസിന് യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുന്നതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത്. റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 to 18 ആണ് വരുന്നത്. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഇക്വാലിറ്റി ഉറപ്പ് വരുത്തുക എന്നതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതാണ് റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന റൈറ്റ് പറയുന്നത് ആർട്ടിക്കിൾ 19 to 22, ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളാണ് റൈറ്റ് ടു ഫ്രീഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് ടു ഫ്രീഡം ഇൻക്ലൂഡ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഫ്രീഡം ടു അസംബിൾ വിത്തൗട്ട് ആംസ്, ഫ്രീഡം ടു ഫോം അസോസിയേഷൻ ഓർ യൂണിയൻസ് ആൻഡ് ഫ്രീഡം ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കുന്നതിനുള്ള ഫ്രീഡം, അതുപോലെ തന്നെ റൈറ്റ് ടു സ്പീച്ച്, സംസാരിക്കുന്നതിന്, എവിടെയെങ്കിലും അസംബിൾ ചെയ്യുന്നതിന്, അതാണ് വിത്തൗട്ട് ആംസ്, എവിടെയെങ്കിലും അസംബിൾ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ യൂണിയൻ ഫോം ചെയ്യുന്നതിന് ഒക്കെയുള്ള ഫ്രീഡമാണ് റൈറ്റ് ടു ഫ്രീഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ റൈറ്റ് ഫ്രീഡം ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ, എവിടെ വേണമെങ്കിലും താമസിക്കുവാനും അതുപോലെ തന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് സെറ്റിൽ ചെയ്യാനുമുള്ള ഫ്രീഡമൊക്കെ ഈ റൈറ്റ് ടു ഫ്രീഡത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിഷ്ടപ്പെട്ട ജോലി ചെയ്യാനുള്ള ഏതെങ്കിലും പ്രൊഫഷൻ, ഏതെങ്കിലും ട്രേഡ് അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ സ്വീകരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി റൈറ്റ് ടു ഫ്രീഡത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ റൈറ്റ് ടു ഫ്രീഡം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർട്ടിക്കിൾ 19 to 22 വരെയാണ് റൈറ്റ് ടു ഫ്രീഡം പറയുന്നത്. എവിടെ വേണമെങ്കിലും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനും അതുപോലെ തന്നെ യൂണിയൻ ഫോം ചെയ്യാനും അതുപോലെ തന്നെ സ്പീച്ചിനുള്ള അവകാശവും അതുപോലെ തന്നെ ഏത് ജോലി ചെയ്യുന്നത്, ഏത് പ്രൊഫഷൻ സ്വീകരിക്കുന്നതിനുള്ള അവകാശമൊക്കെയാണ് റൈറ്റ് ടു ഫ്രീഡത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. തേർഡ് വൺ ആണ് ദി റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ചൂഷണത്തിന് എതിരെയുള്ള അവകാശം എന്ന് പറയുന്നത്. ഇത് ആർട്ടിക്കിൾ 23 and 24 റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ പറയുന്നത്. അതായത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ എതിരെ വരുന്ന ഒരു കാര്യമാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വലിനെ ഫോഴ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കമ്പൽ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യേണ്ട
വർക്ക് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നില്ല. അതുപോലെ തന്നെ അങ്ങനെയുള്ള എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ കുട്ടികളെ 14 ഏജിൽ താഴെയുള്ള കുട്ടികളെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുക, അതിനൊക്കെ എതിരെയായിട്ടാണ് ഈ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റ്. അതായത് വെറുതെ ആവശ്യമില്ലാതെ കുട്ടികളെ ആയാലും മുതിർന്നവരെ ആയാലും ഇന്ത്യയിലെ സിറ്റിസൺസിന് ചൂഷണം ചെയ്യാനുള്ള അധികാരം ഇല്ല, അതിനെതിരെയുള്ളതിനെയാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. 4th വൺ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്ന റൈറ്റാണ്. അത് വരുന്നത് ആർട്ടിക്കിൾ 25 to 28 ആണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് ഏതൊരാൾക്കും ഇന്ത്യയിലെ ഏത് സിറ്റിസണും ഏത് റിലീജിയനിൽ വിശ്വസിക്കാനുമുള്ള അധികാരം, അതായത് സെക്യുലറിസം എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. എല്ലാ റിലീജിയനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്, അതായത് നമ്മളുടെ രാജ്യത്ത് എല്ലാ റിലീജിയനും ഈക്വൽ ഒരേ പ്രാധാന്യം ഇമ്പോർട്ടൻ്റ് ആണുള്ളത്. അതുപോലെ തന്നെ അതിൽ വിശ്വസിക്കുന്നതിനും കംപ്ലീറ്റ് ഫ്രീഡമാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്നുകൊണ്ട് പറയുന്നത്. 5ാമത്തെ റൈറ്റ് എന്ന് പറയുന്നത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ആണ്. ഇത് വരുന്നത് ആർട്ടിക്കിൾ 29 and 30 ആണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് പറയുന്നത്. According to this right, any community which has a language, script and culture of its own has the right to conserve and develop them. അതായത് ഓരോ സൊസൈറ്റിക്കും ഓരോ കൾച്ചർ ഉണ്ടാവും, ഓരോ ലാംഗ്വേജ് ഉണ്ടാവും, അതൊക്കെ ഡെവലപ്പ് ചെയ്യാനും അതിൽ സ്ക്രിപ്റ്റുകളൊക്കെ ഉണ്ടാക്കാനും അങ്ങനെയൊക്കെയുള്ള അധികാരമാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ലാംഗ്വേജിൻ്റെ ബേസിലോ അല്ലെങ്കിൽ റിലീജിയൻ്റെ ബേസിലോ അല്ലെങ്കിൽ റേസിൻ്റെയോ കാസ്റ്റിൻ്റെയോ അങ്ങനെയൊക്കെയുള്ളതിൻ്റെ പേരിൽ ആരെയും റെസ്ട്രിക്റ്റ് ചെയ്യാനോ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനോ ഒന്നുമുള്ള അധികാരം ആർക്കുമില്ല. അതിനൊക്കെ എതിരെയായിട്ടാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ 6th റൈറ്റ് എന്ന് പറയുന്നത് ദി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. ഇത് വരുന്നത് ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് വരുന്നത്. അതായത് ഒരു സിറ്റിസൺസിന്, ഒരു ഇന്ത്യയിലുള്ള ഒരു വ്യക്തിക്ക് കോർട്ടിനെ സമീപിക്കാനുള്ള അധികാരത്തെയാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ റിട്ട് പുറപ്പെടുവിപ്പിക്കാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യത്തിനും സേഫ് ഗാർഡ് ചെയ്യാൻ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ സംരക്ഷിക്കാനും, അതായത് ഇന്ത്യയിലെ ഓരോ സിറ്റിസൺസിനും ഫണ്ടമെൻ്റൽ റൈറ്റ് നിഷേധിക്കപ്പെടാൻ പാടില്ല. അപ്പോൾ അതിനൊക്കെ എതിരെയായിട്ടാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് പറയുന്നത്. അതിനനുസരിച്ച് കോടതിക്ക് റിട്ട് പുറപ്പെടുവിപ്പിക്കാം, അതിനനുസരിച്ചിട്ട് അതിൻ്റെ ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ എല്ലാ റൈറ്റും സംരക്ഷിക്കുക എന്നുള്ളതാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് നമ്മളുടെ ഇന്ത്യയിലുള്ള സിറ്റിസൺസിന് വരുന്ന റൈറ്റാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ ഇങ്ങനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 6 ഫണ്ടമെൻ്റൽ റൈറ്റ് ആണുള്ളത്. 1ാമത് റൈറ്റ് ടു ഇക്വാലിറ്റി, അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, അല്ലെങ്കിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് റൈറ്റ് ടു ഇക്വാലിറ്റി വരുന്നത്. നെക്സ്റ്റ് വരുന്നത് റൈറ്റ് ടു ഫ്രീഡം ആണ്. ഇന്ത്യയിൽ എവിടെയും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനും അതുപോലെ തന്നെയുള്ള സംസാരിക്കാനും ഒക്കെയുള്ള അവകാശത്തെയാണ് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത്. 3rd വൺ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ളതാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ആർട്ടിക്കിൾ 23 and 24 ആണ് പറയുന്നത്. നെക്സ്റ്റ് വൺ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ഏത് മതത്തിൽ വിശ്വസിക്കാനും അതുപോലെ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് എന്ന് പറയുന്ന റൈറ്റാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ദെൻ നെക്സ്റ്റ് വൺ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, ഇറ്റ് ഈസ് ആർട്ടിക്കിൾ 29 and 30. ഈ ഒരു റൈറ്റ് പ്രകാരം ഏത് ലാംഗ്വേജിൽ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ ഏത് ലാംഗ്വേജ് ഉപയോഗിച്ച് ഏതെങ്കിലും ആർട്ടിക്കിൾ ഒക്കെ ഫോം ചെയ്യാനും സ്ക്രിപ്റ്റ് ഫോം ചെയ്യാനൊക്കെയുള്ള അധികാരമാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റിൽ പറയുന്നത്, ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ. ദെൻ ലാസ്റ്റ് വൺ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ദിസ് ആർട്ടിക്കിൾ 32. 3 ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്.